ഇന്ന് ഇതിൻ്റെ പ്രധാനപ്പെട്ട പെരുന്നാൾ യോഹന്നാൻ മാതാവിന്റെ ഓർമ്മയായിട്ട് നാം ആചരിക്കുകയാണ്. യോഹന്നാൻ മാതാവിനെ കുറിച്ചുള്ള ഒരു വിശേഷണം നീതി പ്രസംഗിയായ യോഹന്നാൻ എന്നുള്ളതാണ്. സാമൂഹ്യ നീതിയെക്കുറിച്ച് യോഹന്നാൻ സ്നാപകൻ പറയുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ദൈവിക നീതിയെക്കുറിച്ച് അവിടെ പറയുന്നു. ഈ ദൈവിക നീതിയും സാമൂഹ്യ നീതിയും ഒരുപോലെ ആയിരിക്കണമെന്നുള്ളതാണ് ദൈവവിഷയം. സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരെല്ലാവരും ദൈവത്തിൻ്റെ നീതി അനുസരിച്ച് സമൂഹത്തിലും വസിക്കുവാൻ പ്രവർത്തിക്കുവാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളത് യോഹന്നാൻ സ്നാപകന്റെ സന്ദേശത്തിൽ നമ്മൾ മനസ്സിലാക്കും. മാനസാന്തരത്തിന്റെ ഫലങ്ങൾ കാണിക്കുവാൻ ജനങ്ങളോട് പറയുമ്പോൾ അവർ ഓരോരുത്തരും വന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ എന്തെടുക്കണം, ഞങ്ങൾ എന്ത് ചെയ്യണം. മാനസാന്തരത്തിന്റെ ഫലം കാണിക്കണമെന്ന് പറയുന്നത് ദൈവത്തിന്റെ നീതിയാണ്. ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു പോകുമ്പോൾ പാപം ചെയ്യുന്നു, അഥവാ പാപം ചെയ്ത് അകന്നു പോകുമ്പോൾ ദൈവവുമായുള്ള ബന്ധം ഭഞ്ജിക്കപ്പെടുന്നു, മുറിച്ചു മാറ്റപ്പെടുന്നു. ആ ബന്ധം പുനഃസ്ഥാപിക്കുന്നത് ദൈവനീതിയാണ്. ആ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനാണ് മാനസാന്തരപ്പെടണം എന്ന് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും ചതിയായി ഒന്നും വാങ്ങിക്കരുത്, വഞ്ചനയായി നിങ്ങളൊന്നും വാങ്ങിക്കരുത്, നിങ്ങൾ ശമ്പളം കൊണ്ട് മതി എന്നുള്ളത്. അവിടെ ഒരു സാമൂഹ്യ നീതിയാണ് പറയുന്നതെങ്കിലും അത് ദൈവനീതിയുടെ പ്രതിഫലനമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് നീതി പ്രസംഗകൻ ദൈവനീതിയുടെ പ്രസംഗകൻ സാമൂഹ്യ നീതിയുടെ പ്രസംഗകൻ എന്ന് രണ്ട് പറയണമെന്നില്ല. ദൈവനീതിയുടെ പ്രസംഗകൻ എന്ന് പറഞ്ഞാൽ മാത്രം മതി. കാരണം ദൈവനീതി പ്രസംഗിക്കുമ്പോൾ സാമൂഹ്യ നീതി അതിൽ ഉള്ളടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ ലോകത്തിൽ യോഹന്നാൻ സ്നാപകൻ നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. പ്രധാന സന്ദേശം ലോകത്തിലുള്ള തിന്മയ്ക്കെതിരായി സംസാരിക്കാൻ നമുക്ക് കഴിയണമെന്നുള്ളത്. അതെല്ലാവരുടെയും എല്ലാ തിന്മയ്ക്കും എതിരായി സംസാരിക്കാനും അത് കറക്റ്റ് ചെയ്യുവാനും നമുക്ക് കഴിയണം. അതുകൊണ്ട് പ്രതികരണ ശേഷി നമുക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ വിശുദ്ധ ജീവിതമായിരിക്കണം. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞപ്പോൾ എല്ലാവരും വന്ന് മാനസാന്തര സ്നാനം നേട്ടതിന്റെ കാരണം യോഹന്നാൻ സ്നാപകൻ ഒരു വിശുദ്ധ ജീവിതം നയിച്ചു എന്നുള്ളത്. ആരോപണങ്ങൾക്ക് അതീതമായി ജീവിക്കുവാൻ കഴിയുന്നവന് മാത്രമേ മറ്റുള്ളവരെ മറ്റുള്ളവരെ തെറ്റുതിരുത്തുവാനായിട്ട് കഴിയുള്ളൂ. രണ്ടാമത്, ഹേരോദാവിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്, ഗുണപാഠമല്ല. ഹേരോദാവിന്റെ പ്രവർത്തനത്തിൽ നമ്മൾ ഓർക്കേണ്ടതില്ല. ഹേരോദാവ് ദോഷമായ കാര്യങ്ങൾ ചെയ്തു. സ്വന്തം ഭാര്യയെ കൈമോട്ട് ചെയ്ത് വളർത്തിയതിനു ശേഷം സഹോദരന്റെ ഭാര്യയെ ഫിലിപ്പിന്റെ ഭാര്യയെ സ്വീകരിച്ചു.
അന്യായമാണ് ചെയ്തത്. യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുമ്പോൾ ഹെരോദേസിന്റെ മനസ്സിൽ വന്നതായ കാര്യം എന്താണ്? യോഹന്നാനെ കൊല്ലണമെന്നാണ്. ഹെരോദേസ് യോഹന്നാനെ കൊല്ലുവാൻ ആഗ്രഹിച്ചിരുന്നത്. യോഹന്നാനെ കൊല്ലാൻ ഒക്കുകയില്ല. കാരണം യോഹന്നാൻ ഒരു വലിയ പ്രവാചകനാണെന്ന് ജനമെല്ലാം അറിഞ്ഞു. അപ്പൊ യോഹന്നാനെ കൊല്ലുവാനുള്ള ആഗ്രഹമുണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ തിന്മകളെ കുറിച്ച് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ മറ്റുള്ളവരെ നിഗ്രഹിക്കാനോ കൂടുതൽ ഹൃദയം കഠിനമാകുകയോ ചെയ്യുന്നത് വളരെ അപകടം വരുത്തിയിരുന്നതാണ്. അതുകൊണ്ടെന്താണ് നിർദോഷിയായ ഒരു മനുഷ്യന്റെ കൊലപാതകത്തിൽ അദ്ദേഹം അവസാനം നിർദോഷിയായ യോഹന്നാനെ കൊല ചെയ്യുന്നതായ രീതിയിലേക്ക് അത് അവസാനിച്ചെന്നുള്ളൂ. ഇത് നമുക്ക് നൽകുന്ന ഒരു സന്ദേശം. ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം ഹൃദയത്തിന്റെ കാഠിന്യത്തിലേക്കല്ല, ഹൃദയത്തിന്റെ അനുതാപത്തിലേക്ക് നമ്മളെ നയിക്കും. ഇല്ലെങ്കിൽ ഹെരോദാവിന്റെ അനുഭവം നമുക്കുണ്ടാകും. ഹൃദയത്തിന്റെ കാഠിന്യത്തിലേക്കല്ല, ഹൃദയത്തിന്റെ തരളിതമായ അവസ്ഥയിലേക്ക്, അനുതാപത്തിന്റെ അവസ്ഥയിലേക്ക് ദൈവവചനം നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയണം എന്നുള്ളത്. മറ്റൊരു സംഗതി ഹെരോദ്യായുടെയും മകൾ ശലോമിയുടെയും പ്രവർത്തനത്തിൽ നമുക്ക് പ്രത്യേകമായി ഓർത്തിരിക്കേണ്ടത്. യോഹന്നാനെ കൊല്ലണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നപ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ളതായി ക്രമീകരണം ചെയ്താണ് ഹെരോദാവിന്റെ മുമ്പിൽ ശലോമിയെ വിട്ട് അവളെ കൊണ്ട് നൃത്തം ചെയ്യിച്ച് ഹെരോദാവിന് നീ ചോദിക്കുന്നത് രാജ്യത്തിന്റെ പകുതി വേണമെന്ന് തരാമെന്നുള്ളതായ ആ രീതിയിലുള്ള അനീതിപരമായുള്ള വാഗ്ദാനമുണ്ടാകും. പക്ഷെ അങ്ങനെ ഉണ്ടാക്കിയത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? നിർദോഷിയായ ഒരു മനുഷ്യന്റെ കൊലപാതകത്തിൽ അത് ഞാൻ അവസാനിക്കും. അതിനുള്ള മാർഗമാണ് വേദപുസ്തക വായനയും നോമ്പും ഉപവാസവും അനുഷ്ഠാനവും. അത് മുഖാന്തരം പാപത്തെക്കുറിച്ചുള്ള നമ്മുടെ ബോധ്യമുണ്ടാവുകയും അതിന് മാനസാന്തരം ഉണ്ടാവുകയും ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുകയും പറഞ്ഞു. ഇതാ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിനോട് അറിയിച്ചിരിക്കുന്നു. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനായിരിക്കുന്നവനെ കാണിച്ചു. ആ യേശുവിന്റെ അടുക്കൽ നീ ചെല്ലണമെങ്കിൽ മാനസാന്തരം വേണം. ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ പോരായ്മ. അത് കണ്ടുപിടിച്ച മാനസാന്തരത്തിലേക്ക് നാം പോയില്ലെങ്കിൽ ജീവിതത്തിന്റെ അനുഭവത്തിൽ വലിയ വലിയതായിരിക്കുന്ന ദോഷങ്ങളിലേക്ക് നാം പോകുവാൻ ഇടയാകുമെന്നുള്ളതായ മുന്നറിയിപ്പ് നൽകുന്ന യോഹന്നാന്റെ സന്ദേശം ഉൾക്കൊള്ളുവാൻ ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് ഗോത്രം ഭാഷണമോ ജ്യോതിരം കസായ കൊൾവോലിൽ വാസം ചെയ്യും ഞാൻ
ശരീരങ്ങൾ അനുഭവിക്കുന്ന ഈ ആരാധന സംഘത്തെ ഈ വിശുദ്ധ കൊടുക്കുന്നവരുടെ പേര് സ്വീകരിക്കുന്നവരുടെ പേര് പരിശ്രമിച്ചോ സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ പേരും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ പേര് നമ്മുടെ പേരുകൊണ്ട് രണ്ട് രോഗിലും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് ചെയ്യണമേ. കർത്താവേ എന്നാലും ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കും അനുഭവിക്കണമേ. ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ നാം തലവലിക്കണം. സത്യമായ ഞങ്ങളുടെ ആത്മശരീരങ്ങളെ കാത്തുകൊള്ളണമേ. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. ജ്ഞാനസ്നാനം കൈവയ്പെന്നിവ സുതരോടൊത്തോൻ വശികാരായൻ തൻ പ്രതിപുരുഷൻ സ്നാപകവീരൻ കളിയാതനയൻ വേദ കടലിൻ മറുകര കണ്ടുൻ നിന്നിത മൃഗനെ പരിശീലിച്ചോൻ തല കാഴ്ചയണച്ചോ. രക്ഷമരുത്തനരനായൊരു സുരമണമാവന്തൻ ഓർമ്മക്കാര വഴിയുവാക്കാൻ ഘോഷിച്ചോനി. നീയൊന്നതുപോലെ കൃത്യം നിർമ്മലമാക്കാൻ നിന്നാഘോഷിതനാമശികായോടു യാചിക്കണമേ. യുഗനോരക്ഷണിൽ നീ കരമർപ്പിക്കേ
കണ്ടിട്ടുള്ളിൽ കമ്പം താഴ്ത്തി ആകാശം ബഹളം കൂട്ടി പാതാളം നീട്ടി മേഘസമൂഹം യവനാടയിലെ വിശുദ്ധിയും കൃപയ്ക്കുമായി നിങ്ങളെ സമർപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലും ദൂരത്തോട് സമയം മരിച്ചവരുടെ ജീവനോടും കർത്താവിനെ ശ്രീവാൻ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസാപ്പെട്ടവരുമേ ഈ ദൃത്വം ഘടകങ്ങളെ ഞങ്ങളെ പരിഹരിക്കുകയും നിങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്നവരുടെ ആത്മാക്കളെ താൻ ആശ്വസിപ്പിക്കുകയും ചെയ്യും. മനോബലഹീനും ഭാഗ്യമാകുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളും സഹായങ്ങളും കണ്ടെത്തുമാറാകട്ടെ. നിങ്ങളോ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താൽ പോവുകയും എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. കർത്താവിൽ പ്രിയ വിശ്വാസികളെ, പരവന്യ തിരുമനസിന്റെ അനുമതിയോടുകൂടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ പുനലൂരിലെ സെന്റ് ജോൺസ് ഇടവകയുടെ ഈ വർഷത്തെ പെരുന്നാളും റാസയും കൺവെൻഷനും ഒക്കെ ഭംഗിയായിട്ട് നടത്തുവാനായിട്ട് എല്ലാവിധ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിഞ്ഞെന്ന സർവശക്തനായ ദൈവത്തിന് മുന്നമേ നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഇന്ന് വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയിൽ മുഖ്യ കാർമ്മികനായിട്ട് ഇടവകയിലേക്ക് എഴുന്നള്ളി കടന്നു വരികയും വിശുദ്ധ ബലിയിലൂടെ നമ്മളൊക്കെ അനുഗ്രഹിക്കുകയും ചെയ്ത പരിശുദ്ധ സഭയുടെ കണ്ടനാട് ഭദ്രാസനത്തിന്റെ അഭിവന്യ മാത്യൂസ് മാർ സേവോറിയോസ് തിരുമനസ് നമുക്ക് സമീപം വാഴൂർ സ്വദേശിയാണ്. പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനഗോസിന്റെ സെക്രട്ടറിയാണ്. നമ്മുടെ ഈ നാടിനെയും നാട്ടുകാരെയും ഒക്കെ തിരുമനസിന് വളരെ നല്ല പരിചയമാണ്. നിങ്ങൾക്കും അതുപോലെ തിരുമനസിന് നല്ല പരിചയമാണ് എന്ന് ഞാനും മനസ്സിലാക്കുന്നു. ഈ ഇടവകയിലേക്ക് എഴുന്നള്ളി വന്നതിലുള്ള ഇടവകയുടെ മൊത്തമായ നന്ദിയും സ്നേഹവും പ്രാർത്ഥനയും തൃപ്പാദങ്ങളിൽ സവിനയം സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ സാന്നിധ്യം കൊണ്ട് നമ്മളെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഇടവകയുടെ പ്രിയ സന്താനം ബഹുമാനപ്പെട്ട CK വർഗീസ് കോച്ചേരി അച്ഛൻ, അതുപോലെ തന്നെ മൂന്നിന്മേൽ കുർബാനയിൽ സഹകാർമ്മികരായിട്ട് നിന്ന ബഹുമാനപ്പെട്ട പോൾ എബ്രഹാം അച്ഛൻ, മുൻ വികാരി ബഹുമാനപ്പെട്ട ജോൺ മാത്യു അച്ഛൻ, വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച ബഹുമാനപ്പെട്ട അലക്സ് സെബാസ്റ്റ്യൻ, അദ്ദേഹം പാമ്പാടി കുറ്റിക്കൽ പള്ളി ഇടവക അംഗമാണ്. സെമിനാരി വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി നിൽക്കുന്നു. ഇവരെല്ലാവരോടുമുള്ള ഇടവകയുടെ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അധ്യാപകൻ എന്നുള്ള ചുമതലയിൽ നിന്ന് ഒഴിയുകയാണ്. ഇടവകയുടെ ഉപഹാരം അഭിവന്യ തിരുമനസ്സുകൊണ്ട് സമർപ്പിക്കുന്നു. ഇടവകയ്ക്ക് നേടിത്തന്ന ബഹുമാനപ്പെട്ട എഡി എം പോളിന് സൺഡേ സ്കൂളിന്റെ എക്സലൻസ് അവാർഡ് ക്രമീകരിച്ചിട്ടുള്ള വീട്ടുവഞ്ചികയിൽ ഈ വർഷം ഏറ്റവും അധികം തുക ഇടവകയ്ക്ക് നിക്ഷേപമായിട്ട് നൽകിയത് TV ഏലിക്കുട്ടി ചൊറിക്കാവുകലാണ്. അമ്മാമയോടുള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം ഇടവകയുടെ ഉപഹാരം നൽകുകയും ചെയ്യുന്നു. വീട്ടുവഞ്ചികയിൽ തുക നിക്ഷേപിച്ച രണ്ടാം സ്ഥാനം CC ചാക്കോ വലിയ പറമ്പിലാണ്. ക്ഷമിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സമീപ എക്യുമെനിക്കൽ ഗ്രൂപ്പിൽപ്പെടുന്ന മർത്തമ്മ പള്ളി ഇടവകർമ്മം നടക്കുന്നതിനാൽ ക്ഷണിക്കപ്പെട്ടവര് നിർബന്ധമായും ദേവാലയത്തിൽ പ്രവേശിച്ചു നിൽക്കണം. എല്ലാ 5:30 പള്ളിയിലെ സന്ധ്യാപ്രാർത്ഥന, 6:15 പള്ളിക്ക് ചുറ്റും ഉള്ള പ്രദക്ഷിണം, ആശീർവാദം, കൊടിയിറക്ക്, അതുപോലെ തന്നെ പരമ്പരാഗതമായിട്ട് നമ്മൾ നടത്തി വരുന്ന പുഴുക്ക് നേർച്ചയും ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലെല്ലാവരും ഇടവകക്കാരെല്ലാവരും നല്ല ജോലി ഉദസ്സരാകുന്ന സമീപവാസികൾ എല്ലാവരും സംബന്ധിക്കണമേ എന്ന് വിണ്ണവരിടയിൽ
ദൈവമായ കർത്താവേ, ജ്ഞാനവാന്മാരെ ഞാൻ സ്നാനവാൻ കഴിയും. എന്റെ വിശുദ്ധന്മാരെ നീ വിശ്വാസവും പരമജ്ഞാനവും കർത്താവേ, മോചനായിട്ട് അടുത്ത് വരുന്ന ആത്മാവിനെ പാപികളായ ഗുണമാറ്റം പകരുന്നു. ഇവരെങ്കിലും തന്നെ പ്രാർത്ഥിക്കുകയാക്കി ഞങ്ങളെ ആകർഷിച്ചുകൊണ്ട് നിങ്ങൾ
തിരുമോത്സവങ്ങളിൽ പ്രചരിപ്പിക്കണമേ. ഇവരെ എന്റെ ജനങ്ങളെ പുത്രനാക്കി തീർക്കണമേ. വീട്ടിൽ ജനത്തിന് ഇവരെ യോഗ്യനാക്കണമേ. പഴയ മനുഷ്യനെ ഇവരിൽ നിന്നും ഒഴിഞ്ഞു കളയണമേ. നാശരഹിതമായ വസ്ത്രം ഇവരെ ധരിപ്പിക്കണമേ. ആശ്വാസകരവും ശാന്തവുമായ ജീവിതത്താൽ നല്ല അവസാനത്തിനും ക്രിസ്തീയമായ അന്ത്യത്തിനും അർഹത ലഭിക്കത്തക്കവണ്ണം നല്ല സംരക്ഷണയിലും പൂർണ്ണ വളർച്ചയിലും ഇവനെ എത്തിക്കണമേ. ഞങ്ങളും ഇവനും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വകുപ്പൂരി സുബാനോൽമി ബാരമോ ും
പരിശുദ്ധാത്മാവോടൊക്കെ നിങ്ങൾക്ക് മാമോദീസാണ്. ഒരുവൻ വെള്ളം കൊണ്ട് ആത്മാവോട് പിടിച്ചിരിക്കാതിരുന്നാൽ അവനെ ദൈവരാജ്യം ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് നിന്നോട് ഞാൻ പറയുന്നു. കിടക്കുന്നവരിക്കുന്നവരുള്ള ആത്മാവ് ചെയ്യുന്ന ആത്മാവാണ്. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. പോലും ശുദ്ധി വരുത്താൻ നിയമജലത്തിനുള്ള നിങ്ങളുടെ സാധ്യം വിശ്വസിന്മാരുടെ വിശ്വാസം